എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണം നമ്മൾ നോക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. ആർ ആൻഡ് എസ് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 4:1. RMSും പാർട്ട്നേഴ്സാണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 4:1 ആണ്. ഓൾഡ് റേഷ്യോ 4:1 ആണ്. On April 15, 2017, they admit N as a new partner. അവരെന്ത് ചെയ്യുന്നു? N എന്നുള്ള ഒരാൾ പുതിയ പാർട്ട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. On that date, there was a balance of ₹20,000 in general reserve. 20,000 രൂപ ജനറൽ റിസർവ് ആയിട്ട് ബാലൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഡെബിറ്റ് ബാലൻസ് ഓഫ് ₹10,000 ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ₹10,000 ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണ പ്രോഫിറ്റിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ലാഭമാണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് നഷ്ടമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അത് നഷ്ടമാണ്. അത് സാധാരണ ഉണ്ടാവുക ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ജനറൽ റിസർവ് 20,000 രൂപയുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 10,000 രൂപയുണ്ട്. അപ്പോൾ ലാഭം 20,000 രൂപ വീതിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട്. നഷ്ടമാണെങ്കിൽ 10,000 രൂപയും വീതിക്കാതെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ട്. പാസ് നെസസറി ജേണൽ എൻട്രീസ് റിഗാർഡിംഗ് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്. ഈ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള എൻട്രീസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ആരാണ്? ഇവിടെ ന്യൂ പാർട്ട്ണറുടെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ജനറൽ റിസർവ് ആയിക്കോട്ടെ, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അത് ജനറൽ റിസർവ്, അക്യുമുലേറ്റഡ് ലോസ് ആണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് രണ്ടും ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് ആരാണ്, ഓൾഡ് റേഷ്യോ ആരാണെന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ അറിയേണ്ട കാര്യമുള്ളൂ. എന്നാലും നമുക്ക് തന്ന കാര്യങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. നമുക്ക് തന്നിട്ടുള്ളത് ആർ ആൻഡ് എസ്, അവരാണ് ഓൾഡ് പാർട്ട്നേഴ്സ്. ഓൾഡ് റേഷ്യോ 4:1 ആണ്. എൻ ന്യൂ പാർട്ട്ണറാണ്. 20,000 രൂപ ജനറൽ റിസർവ് ഉണ്ട്. ഡെബിറ്റ് ബാലൻസ് ഓഫ് ₹10,000 അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ്, അതായത് ലോസ് 10,000 രൂപയും ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കിവിടെ അറിയേണ്ടത് ആർ ആൻഡ് എസ് ഓൾഡ് പാർട്ട്നേഴ്സാണ്. ഓൾഡ് റേഷ്യോ 4:1 ആണ്. ജനറൽ റിസർവ് 20,000 രൂപയുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് 10,000 രൂപയുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോസ് ആണ്. അപ്പോൾ നമുക്കിവിടെ ശരിക്കും അറിയേണ്ടത് പ്രോഫിറ്റ് വീതിക്കാതെ വെച്ചിട്ടുള്ളത് ജനറൽ റിസർവ് എന്നുള്ള പേരിൽ 20,000 രൂപ ബാക്കിയിരിക്കുന്നുണ്ട്. നഷ്ടം ലോസ് വീതിക്കാതെ എമൗണ്ട് 10,000 രൂപയുണ്ട്. ഇത് രണ്ടും എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ രണ്ട് എൻട്രീസാണ് നമുക്ക് എഴുതേണ്ടത്. ജനറൽ റിസർവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ എൻട്രി എഴുതണം. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ എൻട്രി എഴുതണം. അപ്പോൾ ആദ്യം നമുക്ക് ജേണൽ വരയ്ക്കാം. ജേണൽ എൻട്രീസ് നമുക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് എൻട്രിയാണ് എഴുതാനുള്ളത്. അപ്പോൾ ആദ്യം ജനറൽ റിസർവിൻ്റെ എൻട്രിയാണ് എഴുതുന്നത്. അപ്പോൾ ജനറൽ റിസർവ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം പ്രോഫിറ്റാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യും. പ്രോഫിറ്റ് വീതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ വർദ്ധിക്കും. ഇപ്പോൾ വർദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ജനറൽ റിസർവിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റും ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യുന്നു, ജനറൽ റിസർവിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ആ രീതിയിലാണ് എൻട്രി എഴുതേണ്ടത്. അപ്പോൾ ജനറൽ റിസർവ് അക്കൗണ്ട് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ഓൾഡ് പാർട്ട്നേഴ്സ് 2 പേരുണ്ട്, ആറും എസും. ഇപ്പോൾ ജനറൽ റിസർവ് അക്കൗണ്ട് ടു ആർസ് ക്യാപിറ്റൽ അക്കൗണ്ട്, എസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാണ് എൻട്രി വരിക. ജനറൽ റിസർവ് അക്കൗണ്ട് ടു ആർസ് ക്യാപിറ്റൽ അക്കൗണ്ട്, എസ് ക്യാപിറ്റൽ അക്കൗണ്ട്. എമൗണ്ട് നോക്കുകയാണെങ്കിൽ ജനറൽ റിസർവിന് 20,000 രൂപയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് അവരുടെ 4:1 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആറിന് കിട്ടുന്നത് 20,000ൻ്റെ 4/5 ഭാഗം, എസിന് കിട്ടുന്നത് 20,000ൻ്റെ 1/5 ഭാഗം. അതായത് ആറിൻ്റെ നേരെ ക്രെഡിറ്റ് സൈഡിൽ 20,000ൻ്റെ 4/5 ചെയ്തിട്ടുള്ള എമൗണ്ട് 16,000 രൂപയും എസിൻ്റെ നേരെ ക്രെഡിറ്റ് സൈഡിൽ 4,000 രൂപയും. ഇതാണ് എൻട്രി വരിക. നരേഷൻ: ജനറൽ റിസർവ് ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ഓൾഡ് റേഷ്യോ. ജനറൽ റിസർവ് നമ്മൾ എന്ത് ചെയ്തു? ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഓൾഡ് റേഷ്യോയിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തു. ഇതാണ് ജനറൽ റിസർവ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ എൻട്രി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യണം.
അപ്പോൾ നമുക്കിങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണെന്ന് തരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാം, അത് ലാഭമാണോ നഷ്ടമാണോ. ആ കൺഫ്യൂഷൻ തീർക്കാൻ നമുക്കൊരു വഴിയുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ് ഉള്ളത്. ആ ഡെബിറ്റ് ബാലൻസ് ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് നമുക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായി, ക്രെഡിറ്റ് ചെയ്യണമെന്ന് മനസ്സിലായി. അതെങ്ങനെയാണ് മനസ്സിലാക്കിയത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ ഡെബിറ്റ് ബാലൻസ് ഇല്ലാതാക്കണമെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഡെബിറ്റ് ചെയ്യാനുള്ളത് ഏത് അക്കൗണ്ടാണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ എല്ലാ പാർട്ട്നേഴ്സ് ആവശ്യമില്ല, ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് മതി. ഓൾഡ് റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണെന്ന് പറഞ്ഞാൽ ജേർണൽ എൻട്രി മനസ്സിലാക്കാനുള്ള വഴിയാണ് അവിടെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡെബിറ്റ് ബാലൻസ് ഇല്ലാതാക്കാൻ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം എന്ന് മനസ്സിലാക്കുക. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡെബിറ്റ് ചെയ്യേണ്ടത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെയാണ്. ഇവിടെ എല്ലാ പാർട്ട്നേഴ്സും ആവശ്യമില്ല, ഓൾഡ് പാർട്ട്നേഴ്സ് മാത്രം മതി, അതും ഓൾഡ് റേഷ്യോയിൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ എൻട്രി ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, ആറിൻ്റെയും എസിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റും ചെയ്തു. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ നേരെ എമൗണ്ട് 10,000 രൂപയാണ്. അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതി. അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നതും ഓൾഡ് റേഷ്യോ തന്നെയാണ്, 4:1 എന്നുള്ള ഓൾഡ് റേഷ്യോയിൽ. അപ്പോൾ 6ന് കിട്ടിയിരിക്കുന്നത് 10,000 × 4/5 ചെയ്താൽ 8,000 രൂപ ഡെബിറ്റ് സൈഡിൽ 6ന് നേരെ എഴുതി. എസിന് 10,000 × 1/5 2,000 രൂപ എസിന് നേരെ ഡെബിറ്റ് സൈഡിൽ എഴുതി. ഇതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതിൻ്റെ ജേർണൽ എൻട്രീസ് വരുന്നത്. അതിൻ്റെ നരേഷൻ എഴുതി ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ഓൾഡ് റേഷ്യോ. അതെന്ത് ചെയ്തു? ട്രാൻസ്ഫേർഡ് ടു എന്ന് എഴുതിയാലും മതി. ട്രാൻസ്ഫേർഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ഓൾഡ് റേഷ്യോ. അതെന്ത് ചെയ്തു? ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ക്വസ്റ്റ്യനിൽ തരുന്ന സമയത്ത് ജനറൽ റിസർവോ അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസും ഉണ്ടെങ്കിൽ ഈ രീതിയിലാണ് അതിൻ്റെ എൻട്രി വരിക. സാധാരണ ജേർണൽ എൻട്രീസ് 2 മാർക്കിൻ്റെയോ 3 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി എങ്ങനെയാണ് വരേണ്ടത്? ഈ ജനറൽ റിസർവ് എന്നുള്ളതിന് പകരം ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ റിസർവ് ഫണ്ട് ആവാം, ജനറൽ റിസർവ് ആവാം, ചിലപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെ വരാം. ഏതാണെങ്കിലും ലയബിലിറ്റി സൈഡിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഡെബിറ്റ് ചെയ്യുക, ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. അസറ്റ് സൈഡിലാണ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്തിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റും കൊടുക്കുക. ഈ രീതിയിലാണ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസിൻ്റെ എൻട്രി നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എൻ്റെ ജേർണൽ എൻട്രീസ് എഴുതി വയ്ക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ടുകളും നിങ്ങളുടെ ജേർണൽ എൻട്രീസിൻ്റെ കൂടെ നിങ്ങൾ എഴുതി വയ്ക്കുക.